ആധാരമായിരിക്കേണ്ടതിന്. സക്കറിയ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം തന്നെ വായിച്ചാലും കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരെ, ഇവിടെയുള്ള ദൈവമക്കളോട്, സഭയോടുള്ള ദൈവിക ആലോചനയായി ദൂത് നൽകേണ്ടതിന് ആവർത്തിച്ച് പ്രകാശനം നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദേശം ഒന്നിനോട് ഒന്ന് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് വലിയ ആഴവും കാലിക പ്രസക്തിയുമുണ്ട്. ആ വാക്യത്തിനകത്ത് നിന്ന് ധ്യാനത്തിനാധാരമായ പ്രമേയമെടുക്കുന്നു. എൻ്റെ ആത്മാവിനാൽ അത്രേ, ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു കുത്തും അവിടെ കാണാം. തീർച്ചാപ്രയോഗമാണ്. ഇനി അതിന് ഒരു ഇളക്കമില്ല. സ്തോത്രം. യഹോവയുടെ ആത്മാവിനാലും എന്ന് പറഞ്ഞ് മറ്റൊന്നിനെ കയറ്റി ഇവിടെ വയ്ക്കുന്നില്ല. ആത്മാവിനാൽ അത്രേ. യഹോവയുടെ ആത്മാവിനാൽ എന്ത് സംഭവിക്കും? 9-ാമത്തെ വാക്യം വായിക്കാമോ? അവന്റെ കൈ തന്നെ അത് തീർക്കും. അവന്റെ കൈ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. പഴയ നിയമത്തിൽ ശലോമോന്റെ കാലത്തുള്ള ദേവാലയം, അതിനുശേഷം സെരുബ്ബാബേലിൻ്റെയും യോശുവയുടെയും കാലത്തിലുള്ള ദേവാലയം, ആ ദേവാലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിലാണ് വിഷയം. അവൻ്റെ കൈ അടിസ്ഥാനമിട്ടു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്ക് ഇടയിൽ ഉള്ള കൃപായുഗം എന്ന ഈ ബ്രാക്കറ്റ് പീരീഡിൻ്റെ ഉള്ളിൽ ഒരു ആലയത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയവൻ ഈ പണിയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഈ ജീവസ്ഥാപനത്തിന് തറക്കല്ലിട്ടത് ആരാണ്? ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവാണ്. ആ കരമൊന്ന് കാണാം. ഈ സ്ഥാപനം പണിയാൻ ആ കരം ആണിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ സ്ഥാപനം പണിയാൻ അവിടുന്ന് രക്തം മുഴുവനും നെയ്യിൽ നിന്ന് ഊറ്റിക്കൊടുത്തു. ഈ സ്ഥാപനം പണിയാൻ അവൻ തല്ലിക്കീറേണ്ടതിന് ഈ ശരീരം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ആമേൻ. ഇതിന് തുടക്കമിട്ട കർത്താവ് ഇത് പൂർത്തീകരിക്കും. ഒന്നും കൂടെ തെളിച്ച് പറയാം. ഇതിന് മൂലക്കല്ലിട്ടവൻ, ഇതിന് കോർണർ സ്റ്റോൺ സ്ഥാപിച്ചവൻ, ഇതിൻ്റെ അവൻ ആണിക്കല്ലും അത് വയ്ക്കും. അത് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കരേറ്റാം. ആമേൻ. അതുകൊണ്ട് സഭയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സഭയോട് സ്നേഹം വേണം, സഭയോർത്ത് പ്രാർത്ഥിക്കണം, കൂറ് വേണം, ആവലാതി വേണ്ട. കാര്യം ഇത് തുടങ്ങിയത് നമ്മളാരും അല്ല. ചിലരൊക്കെ നമ്മൾ അബദ്ധം കയറി പറയും, ഞാനാണ് അതിൻ്റെ ഫൗണ്ടർ എന്നൊക്കെ അടിച്ചു വിടും. എന്നാൽ അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈകികവുമായിരിക്കുന്ന ദൈവസഭയുടെ ഫൗണ്ടർ
യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ പ്രാദേശികമായ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യ സമയത്തും നമ്മുടെ സമ്പത്തും നമ്മുടെ സാഹചര്യമൊക്കെ മാനിക്കണം. അതിനെല്ലാം പ്രതിഫലം സ്വർഗത്തിൽ സിയോനിൽ ചെല്ലുമ്പോൾ കിട്ടും. എന്നാൽ സഭ കർത്താവിൻ്റെതാണ്. സ്തോത്രം. അതുകൊണ്ട് ആവലാതി വേണ്ട. ആമേൻ. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? സെരുബാബേലിന്റെ കയ്യ് ഇതിന് അടിസ്ഥാനമിട്ടെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണവും ആ കൈകൊണ്ട് നടത്തുമെന്ന് ദൈവാത്മാവ് ആലോചന നൽകി. സെരുബാബേലും യോശുവയും പണിയാനുള്ള തികഞ്ഞ മനസ്സോടെ അർപ്പണബോധത്തോടെ നിൽക്കുമ്പോൾ ഈ രണ്ട് ആളുടെയും രണ്ട് വശത്തും രണ്ട് ദൈവത്തിൻ്റെ മനുഷ്യരെ ദൈവം ഇറക്കി നിർത്തി. അവരുടെ പേരാണ് ഹഗ്ഗായിയും സഖരിയാവും. തെളിവ് എടുക്കാം. എസ്രയുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 14-ാം വാക്യം. മതി. ഹഗ്ഗായിയും സഖരിയാവും പ്രവചിച്ചതിനാൽ സാധിച്ചു വന്നു. ഇവർ രണ്ടുപേരും പ്രവചിച്ചതിനാൽ സാധിച്ചു വന്നു. ഇവർ രണ്ടുപേരും നിന്ന് പ്രവചിക്കുക. ഇവിടെ ആമേൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ദേവാലയം പണിയാനുള്ള കല്ലും ദേവാലയം പണിയാനുള്ള വസ്തുക്കളും എടുത്ത് പണിയുമ്പോൾ പ്രവചിച്ചുകൊണ്ടിരുന്നാൽ ഒന്ന് ചിന്തിച്ചേ. യോഗത്തിന് എല്ലാവരും നല്ല കുട്ടപ്പനും കുട്ടപ്പയായിട്ടൊക്കെ വന്നിരുന്നു, സ്വത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, ആത്മാവിൽ ആരാധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മകനെ എന്നൊക്കെ വിളിച്ചാൽ നമുക്ക് എന്താണ്, മകളെ എന്നൊക്കെ വിളിച്ചാൽ നമുക്കൊരു ചൈതന്യം വരും. എന്നാൽ ഇതങ്ങനല്ല. ഇത് രണ്ടുപേരും പണിയാൻ നിൽക്കുകയാണ്. അന്നേരം വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതിന് കാരണമുണ്ട്. ഈ പണിക്ക് കോർണർ സ്റ്റോൺ ഇട്ടപ്പം മുതൽ ചിലയിടത്തൊക്കെ പലതും പൊങ്ങി, പലയിടത്തും പലതും ഇളകി, പല ചലനങ്ങളും ഉണ്ടായി. അതിൻ്റെ തെളിവ് കിടക്കുന്നത് എസ്രയുടെ പുസ്തകത്തിലാണ്. എസ്രയുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാലും ഈ രണ്ട് ഗോത്രത്തിന്റെ വൈരികൾ, 2.5 ഗോത്രത്തിന്റെ വൈരികൾ കേട്ടപ്പം അപ്പോൾ പണിയുന്നത് കേട്ടു. സ്തോത്രം. ഇത് രഹസ്യ പണിയല്ല, പരസ്യ പണിയാണ്. സ്തോത്രം. ഈ രഹസ്യമായിട്ട് ഇങ്ങനെ പണിതേച്ച് ഗ്ലോറി എന്ന് പറഞ്ഞിരിക്കാൻ അതൊരു വേറെ സുഖമല്ല. അങ്ങനെയുള്ള പണിയല്ല. സ്തോത്രം. ഈ പണി പരസ്യമായിട്ടാണ് ഈ പണി തുടങ്ങിയത്. വൈരികൾ പണിയുടെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് സഭ എവിടെ സ്ഥാപിതമായാലും നാട് കേൾക്കും. ഈ പണി തുടങ്ങിയപ്പോൾ, പണിയിൽ നിന്ന് കേട്ടപ്പോൾ അടുത്തത് വൈരികള് എഴുന്നേറ്റു. എന്നിട്ട് ഇവർ ചെയ്തത് എന്താണെന്നറിയാവോ? സ്തോത്രം. 3-ാം വാക്യം. ശ്രദ്ധിച്ചേ. ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ വന്ന് എന്ത് ചെയ്യാം?
അല്ല, ഞങ്ങൾ പണിതോളാം. ഓ, ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഞെട്ടിപ്പോവും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായി സ്തോത്രം. ദേശത്തെ സന്ദർശിച്ചു, ദേശത്ത് നിന്ന് ചില ആളുകളെ എഴുന്നേൽപ്പിച്ചു. അന്നേരം ആത്മാവ് ആമേൻ ഉള്ള രണ്ട് മനുഷ്യരവിടെ ഉണ്ട്. വൈരിയുടെ തന്ത്രങ്ങളെ ആത്മാവിനാൽ ജനം തിരിച്ചറിയണം. പുതിയ നിയമസഭയ്ക്ക് ദൂത് കൈമാറിയപ്പോൾ ഇങ്ങനെയാണ് ലേഖകൻ കൈമാറിയിട്ടുള്ളത്: സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അപ്പോൾ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സഭ ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കും. ഒന്നും കൂടെ തെളിച്ചു പറയാം, ആ കുടുക്കിലൊന്നും പോയി തലവെക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. കാര്യം അവന്റെ മേൽ വ്യാപരിക്കുന്ന ഈ ആത്മാവ് ഭേദങ്ങളെ വിവേചിക്കുമാർ അവനെ ആക്കുന്ന ആത്മാവാണ്. അവൻ ഏതിൽ കൈവയ്ക്കണം, ഏതിൽ തൊടണം, ഏത് കേസ് ഏറ്റെടുക്കണ്ട, അവന് ഭേദങ്ങളിൽ അപബോധം നൽകും. ഇനി അടുത്തത് എന്നിട്ട് ഇവര് അതില് കൊത്തിയില്ല. അടുത്ത കേസ് എടുത്തിട്ടു. 4-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ, ധൈര്യം ക്ഷയിപ്പിച്ചു. ധൈര്യക്ഷയം. ഈ ധൈര്യം ക്ഷയിച്ചു പോയ ധാരാളം എണ്ണം പെന്തക്കോസ്തിലും ഉണ്ട്, ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കൂട്ടത്തിലും ഉണ്ട്, ധാരാളമുണ്ട്. ഇറങ്ങിയപ്പോഴൊക്കെ വലിയ ദർശനത്തോടെയും അവൻ പൗലോസ് ചെയ്ത പോലെ ചെയ്തു കളയും, അപ്പടിയാ ഇപ്പടി ഇങ്ങനെ ദേശത്തെ പിടിച്ചടക്കി കളയും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ. എവിടെയോ ചെന്ന് എവിടെയോ ലോക്കായി, ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ. അതിനുശേഷം ഇപ്പം കുറച്ച് വർഷം മുമ്പോട്ട് ചെന്നപ്പം അവരോട് ചോദിക്കുമ്പോൾ അത് ചെയ്യണം. ഓ, പാസ്റ്റർ ഒത്തിരി ചെയ്തതാ. നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഉള്ള പോലീസിന് നേരെ, പോലീസ് ഒരു തെറ്റ് ചെയ്താലും സേനയ്ക്ക് നേരെ ഒരു നടപടി എടുക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇരയുടെയോ പരാതിക്കാരൻ്റെയോ മാത്രം വശം കേട്ടെടുക്കത്തില്ല നടപടി. ഈ അപ്പുറത്തിരിക്കുന്ന സേനയുണ്ട്. ഈ സേനയുടെ മനോവീര്യം നഷ്ടപ്പെടുന്ന നിലയിൽ ഒരു നടപടി എടുക്കത്തില്ല. എന്ന് വെച്ചാൽ നാളെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ, ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ, ഒരു ക്രമസമാധാനം വരുത്തുന്നതിൽ ഒരു പോലീസ് ഒരു ആക്ഷൻ പെട്ടെന്ന് എടുക്കുന്നിടത്ത് നാളെ 4 പോലീസുകാരെ അനാവശ്യമായി പുറത്താക്കിയാൽ അവൻ ഭയക്കും. അവൻ ചുമ്മാ തൊപ്പിയും വെച്ച് വടിയും പിടിച്ചുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ തൊട്ട ചിലപ്പോൾ പണി കിട്ടും. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പോലീസ് ക്രിയയില്ലാതെ നിഷ്ക്രിയമായി എന്നൊക്കെ കേൾക്കത്തില്ലേ? ഇതുപോലെ നിഷ്ക്രിയമായ, മനോവീര്യം നഷ്ടപ്പെട്ട, ധൈര്യം ക്ഷയിക്കപ്പെട്ട ധാരാളം ദൈവകുഞ്ഞുങ്ങൾ, ധാരാളം വിശ്വാസികൾ, ധാരാളം പാസ്റ്റേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. പാസ്റ്റർമാരുടെ കുടുംബങ്ങൾ ധാരാളം വിശ്വാസ ഭവനങ്ങളിൽ പാർത്ത് അവർക്കൊന്നും പറയാൻ ധൈര്യവുമില്ല, ഒന്നും ചെയ്യാൻ ധൈര്യവുമില്ല. അവർക്ക് ആകെ പറ്റുന്നത് ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? ഒരച്ചിരിയോടെ ഇരിക്കും. മുഴുവൻ ചിരിച്ചാലും പ്രശ്നമാണ്. സ്തോത്രം. മനോവീര്യം നഷ്ടപ്പെട്ടവർ, അവരെ കൊണ്ട് ഒരു കല്ല് ഈ ആലയത്തിൻ്റെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം.
എവിടെയെല്ലാം തൻ്റെ ജനത്തിന് മനോവീര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ശത്രു ഒരുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം വചനമിറക്കി ശക്തീകരിച്ച് ഇടപെട്ടൊരു ദൈവമുണ്ടെങ്കിൽ സ്തോത്രം സ്തോത്രം. സുന്ദരമെന്ന ദേവാലയ വാതിക്കെങ്കിൽ ഇരുന്നവൻ്റെ നരിയാണിക്ക് സൗഖ്യം കൊടുത്തത് നിമിത്തം ലഭിച്ചത് നിമിത്തം അവൻ അവരെ വിളിച്ച് വിസ്തരിച്ച് ശാസിച്ച് ഇനി മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് വിട്ടുകഴിഞ്ഞപ്പോൾ കർത്താവേ, ജാതികൾ കലഹിക്കുന്നത് വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്തെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന നടത്തിയപ്പോൾ മക്കളെ നിങ്ങൾ അടങ്ങിയിരുന്നോ, ഇനി അവരെ പേടിച്ചിരുന്നോളാനല്ല പറഞ്ഞത്. അവൻ ഇന്നലെ കൊടുത്ത ശക്തിയുടെ മേൽ കുറെ കൂടെ ശക്തി കൊടുത്തു. അതിന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. മഹാശക്തി അവരുടെ മേൽ വ്യാപരിച്ചു. മനോവീര്യം നഷ്ടപ്പെട്ട അവൻ ചില വ്യക്തികളെ മനോവീര്യം നഷ്ടപ്പെട്ട ചില വ്യക്തികളെ അവർക്ക് മനോവീര്യം അധികം നൽകി അവന്റെ ശക്തി കൊണ്ട് നിറച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ദൂത് കൈമാറുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്ത് ആരാധിക്കാൻ അവൻ കഴിയുന്ന ദൈവമക്കൾ ഈ ആലോചന എന്നോട് എന്ന് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഏലിയാവേ, നീ ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ നീ അവൻ സ്തോത്രം ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കേണ്ടവനല്ല. നിനക്ക് ബഹുദൂര യാത്രയുണ്ട്. ഏലിയാവേ, നീ ഒതുങ്ങി പോകേണ്ടവനല്ല. അവൻ നിനക്ക് ബഹുദൂര യാത്രയുണ്ട്. മനുഷ്യരാ നമ്മളൊക്കെ ഇടയ്ക്ക് ക്ഷീണിച്ചു പോകും. ഒരു സർക്കിളിൽ ചെറിയ തോതിൽ നിന്നാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ചെറിയ സഭയിരുന്ന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. 4:23 അവസാന വാക്ക് ഞാൻ അങ്ങ് വായിക്കാം. പണി മുടക്കി. അത്രയൊക്കെ അവർക്ക് സാധിച്ചു. ഇതായിരുന്നു ലക്ഷ്യം, മുടക്കി. ഇനി 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, യെരുശലേമിലെ ദൈവാലയം പണിയാൻ തുടങ്ങി. അപ്പോൾ മുടക്കി തുടങ്ങിയത് എപ്പോഴാ? ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ദൂത് പറഞ്ഞത് കൊണ്ട് തുടങ്ങി. ഒന്ന് സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. ശത്രുവിന്റെ പരിപാടിയാണ് മുടക്കൽ. അവൻ സ്വോത്രം. ആത്മാവിന്റെ പരിപാടിയാണ് തുടങ്ങൽ. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ശത്രു മുടക്കിയാൽ അവന്റെ മുടക്കിന് നിലനിൽപ്പില്ലെന്ന് ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. വചനമിറക്കി ദൈവം തുടങ്ങും. വചനമിറക്കി ദൈവം തുടങ്ങും. ദൈവം ആരംഭിച്ച ചില പദ്ധതികളെ മുടക്കിയിടാൻ ഒരു മന്ത്രവാദിക്കും, അവൻ ഒരു ആഭിചാരകനും, ഒരു ദേശാധിപതിക്കും, ഒരു പോരുകൾക്കും, ഒരു തന്ത്രജ്ഞന്മാർക്കും കഴിയില്ല. വചനം ഇറങ്ങി വന്ന് തുടങ്ങും. കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നിന്റെ കൈയാണ് അതിന് തുടക്കം കുറിച്ചത്. ആ കൈ കൊണ്ട് അതിന് പൂർത്തീകരണം കാണും. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. തുടക്കം കുറിച്ചതിനും ആണിക്കല്ല് കയറുന്നതിനുമിടയ്ക്ക് വലിയ പോരാട്ടങ്ങളുണ്ടായി. ശത്രുപാളയം ഇളകി മറിഞ്ഞു. എന്നാൽ അവൻ ഇത്ര ഉറപ്പോടെ, സെരുബാബേലേ നീ നിൽക്കുന്നത് എങ്ങനെ? ഉത്തരം അവൻ പറയും, അത് ഇങ്ങനെയാണ്. അവൻ സ്തോത്രം. എനിക്ക് ഒരു വചനം നൽകിയിട്ടുണ്ട്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എൻ്റെ കഴിവല്ല, എൻ്റെ അഭ്യാസമല്ല, ആത്മാവിനാലത്രേ 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 ആത്മാവിനാലത്രേ. ഇത്രത്തോളം എങ്ങനെ വന്നു? ഇത്രത്തോളം എങ്ങനെ നിന്നു? ഇത്രത്തോളം എങ്ങനെ അവൻ ശുശ്രൂഷ ചെയ്തു? ഇത്രത്തോളം എങ്ങനെ മുൻപോട്ട് പോയി? ആത്മാവിനാലത്രേ ആത്മാവിനാലത്രേ ആത്മാവിനാലത്രേ. പരിശുദ്ധാത്മാവിനാൽ അവൻ മുൻപോട്ട് പോകാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട്
വചനം നൽകി ആഹ്വാനം നൽകുകയാണ്. മുടക്കകൾ കണ്ട് ഭയന്ന് നിൽക്കാതെ, വൈരിയുടെ വലിപ്പം കണ്ട് ഭയന്ന് നിൽക്കാതെ, ശത്രു പറഞ്ഞ വാക്കുകൾ നീ വേദവാക്യമായി ഏറ്റുപറയാതെ അവൻ നിനക്ക് നൽകിയ വാഗ്ദത്തത്തെ ഒരു കൊടി പോലെ ഉയർത്തിപ്പിടിച്ച് മുൻപോട്ട് പോ, മുൻപോട്ട് പോ, മുൻപോട്ട് പോ, മുൻപോട്ട് പോ. ചുവട് വെക്ക, കാൽ വെക്ക, ആമേൻ. മുൻപോട്ട് നീങ്ങ.